നമുക്കിന്ന് കുറച്ച് പാഴ്സ്ലി പറിച്ചെടുത്തേട്ടാ പറമ്പിൽ നിന്ന്. വാ അങ്ങോട്ട് പോവാം. ജയ്ജു സോമീഡിയേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ വീട്ടുപറമ്പിൽ നിന്നും കുറച്ച് പാഴ്സ്ലിയും പറിച്ച് ഞാൻ അടുക്കളയിലെത്തി. ഇതുപയോഗിച്ച് എന്താണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താണ് ചെയ്യുക എന്നാലോചിച്ചപ്പോൾ രണ്ട് വിഭവങ്ങളാണ് എൻ്റെ മനസ്സിൽ വന്നത്. മിഡിൽ ഈസ്റ്റേൺ അടുക്കളയിലെ രണ്ട് മനോഹരമായ വിഭവങ്ങളാണവ. അതായത് രണ്ട് മെഡിറ്ററേനിയൻ ഡിഷസ്. ഒന്നാമത്തേത് ടബൂലി എന്നു പേരുള്ള ഒരു സാലഡ്, രണ്ടാമത്തേത് ഫലാഫൽ എന്നു പേരുള്ള ഒരു സ്നാക്ക്. ഇവ രണ്ടും കൂടി ചേർന്നാൽ പിന്നെ ഒന്നും പറയാനില്ല. അത്ര മനോഹരമായ രണ്ട് ഡിഷസാണത്. നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളെ പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇന്ന് നാം ഉണ്ടാക്കുന്നത് ഫലാഫൽ എന്ന മെഡിറ്ററേനിയൻ ഡിഷാണ്. എങ്ങനെയാണ് ഈ ഫലാഫൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് ഫ്രഷ് പാഴ്സ്ലി, ഫൈൻ ബൾഗർ. ഈ ബൾഗർ എന്ന് പറയുന്നത് ഒരുതരം വേവിച്ച ഞുറുക്ക് ഗോതമ്പാണ്. ആദ്യം ബൾഗർ കുക്ക് ചെയ്യാൻ തുടങ്ങാം. കുക്ക് ചെയ്യുന്നതിന് ആദ്യമായിട്ടൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മളിപ്പോൾ 1 കപ്പ് ബൾഗറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല വെള്ളം. 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക. അടച്ചൊരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ, പാഴ്സ്ലിയും മറ്റു പച്ചക്കറികളും നമുക്ക് അരിഞ്ഞു തുടങ്ങാം. നമുക്ക് പാഴ്സ്ലി വൃത്തിയാക്കി എടുക്കാം. നിങ്ങൾ കണ്ട് ഞാനിപ്പോൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്താണിത്. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മൂത്ത തണ്ടെല്ലാം ഒഴിവാക്കുകയാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ബണ്ടിൽ, ചെറിയ ബണ്ടാണ്, 2 ബണ്ടിലെ വലുപ്പത്തിൽ എടുത്തിട്ടുള്ളൂ. അധികമൊന്നും എടുത്തിട്ടില്ല. ചെറുതായിട്ട് അരിയാം. ഫൈനായിട്ട് അരിഞ്ഞ പാഴ്സ്ലി ഒരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 2 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 10 പച്ചമുളക്, 1 സവോള, ഇതും കൂടെ ചെറുതായിട്ട് അരിയണം. മുമ്പ് അരിഞ്ഞെടുത്ത ഉള്ളി, ഇഞ്ചി അതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നു. വെള്ളക്കടലയാണ് ഉപയോഗിക്കുന്നത്. ഈ കടല നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്ന് നമുക്കൊരു മാഷർ ഉപയോഗിച്ചിട്ട് മാഷ് ചെയ്തെടുക്കാം. നല്ലപോലെ മാഷ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാഴ്സ്ലി, മിക്സിയിലൊന്ന് ചതച്ചെടുത്ത ഇഞ്ചി, പച്ചമുളക്, സവോള. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇട്ട് കൊടുക്കാം. അരക്കപ്പ് കുക്ക് ചെയ്ത ബൾഗർ ഇതിലേക്ക് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ബൾഗറിലും കടലയിലും ഉപ്പിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ബാക്കിയുള്ള സാധനത്തിന് വേണ്ടിയുള്ള കുറച്ച് ഉപ്പ് മാത്രം. അതിനുശേഷം ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസും കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നമ്മളൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഇവിടെ മേത്തി ലീവ്സ്, അതായത് ഉലുവയുടെ ഉണങ്ങിയ ഇല, ഒരു 2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നു. ഫലാഫൽ വിത്ത് ഇന്ത്യൻ ട്വിസ്റ്റ്. നമുക്ക് ഇവനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങളെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ബോൾസ് അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക കട്ട്ലറ്റിൻ്റെയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ ആവശ്യമുള്ള സമയത്ത് വറുത്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാവരും ഹെൽത്തി ഫുഡൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. എണ്ണയിൽ വറുക്കുന്നതാണ് ടേസ്റ്റ്. ഈ ഫലാഫൽ ഇപ്പോൾ ഒത്തിരി പേര് കേട്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. കാരണം വെജിറ്റേറിയൻസും അതുപോലെ വീഗൻസും ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. ഒരു വീഗൻ ഫുഡായിട്ട് അറിയപ്പെടുന്ന ഒരു ഡിഷ് കൂടിയാണിത്.
അപ്പോൾ നമ്മൾ ഫലാഫലെല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിത് ഇനി ഒരു 180 to 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കാം. അങ്ങനെ നമ്മുടെ ഫലാഫലും റെഡി ആയിരിക്കുകയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പിയായ ഇഞ്ചിയുടെയും മുളകിൻ്റെ എല്ലാം എരിവൊക്കെയുള്ള നല്ല അടിപൊളി ഫലാഫൽ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായ മനോഹരമായ അതിലുപരി ഹെൽത്തിയായ ഫലാഫലും ഈ വീഡിയോയും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. മറ്റൊരു മെഡിറ്ററേനിയൻ വിഭവമായ ടബൂലി എന്ന മനോഹരമായ സാലഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. എല്ലാവരും ഈ വീഡിയോകൾ കണ്ട് അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.